ഇനി മുസ്തഫയോടാണ് മുസ്തഫയോട് ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞുതരാം. മുസ്തഫ എന്താ പറഞ്ഞത്? ഇവിടെ ഞങ്ങള് വീണ്ടും അധികാരത്തിൽ വരും, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞു, മതവും ജാതിയൊക്കെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു, ഇയാൾ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു. മുസ്ലിം ലീഗിന് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ MLA ഉണ്ടായിരുന്നു. തിരുവനന്തപുരം വെസ്റ്റിലും കഴക്കൂട്ടത്തും 40 കൊല്ലം മുമ്പാണ് MLA ഉണ്ടായിരുന്നത്. കൊല്ലത്ത് ഇരവുപുരത്ത് MLA ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പുതിയ വളർച്ചയല്ല ലീഗിന് അന്നും വളർച്ചയുണ്ട്, ഇന്നും വളർച്ചയുണ്ട്. അതൊന്ന് പഠിച്ചോ BJP-ക്കാരൻ. അവർക്ക് തിരുവനന്തപുരത്ത് കൊല്ലത്ത് MLA ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. അത് പഠിച്ചോ. ഇനി നിങ്ങൾക്ക് ആര് വോട്ട് ചെയ്യണം മുസ്തഫ? ജീവനക്കാർ വോട്ട് ചെയ്യോ? 13% കുടിശ്ശിക, DA കുടിശ്ശികയും ശമ്പള പരിഷ്കരണം പിടിച്ചെടുത്തതും സാലറി ചലഞ്ചും ഞെരുക്കലും വല്ലാതെ വേട്ടയാടലും ഉൾപ്പെടെ ജീവനക്കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. ശ്രീ ഷഫീർ, ഈ വലിയ മന്ത്രിസഭാ പ്രഖ്യാപനങ്ങൾക്കുള്ള സമയമൊക്കെ സർക്കാരിന് മുന്നിൽ ഇനിയുണ്ട്, മറക്കണ്ട. 2 മുസ്തഫ, നിങ്ങൾക്ക് ആളുടെ വോട്ട് ചെയ്യില്ല. എന്താണെന്നറിയോ? നിങ്ങൾ BJP ആയിട്ട് മാറി. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് എങ്ങനെയാണ് കുറഞ്ഞെന്ന് നോക്ക്. നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങളുടെ വോട്ട് ബേസ്, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങൾ അപ്പാടെ ഒഴുകി BJP-യിലേക്ക് പോയി. നിങ്ങൾ ഒരു പരിധിവരെ BJP-യുടെ RSSന്റെ B ടീമായിട്ട് മാറി. PM ശ്രീയിൽ ഒപ്പിട്ടതോടുകൂടി, വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്നവരെ കൊണ്ടു നടക്കുന്നതോടുകൂടി, ലേബർ കോഡിൽ ഒപ്പിട്ടതോടുകൂടി, നിങ്ങൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഗവർണറുമായിട്ട് ഒത്തുതീർപ്പിലെത്തിയതോടുകൂടി, കാവ്യവൽക്കരണത്തിൽ കൂട്ടുന്നതോടുകൂടി, തൃശൂർ പൂരം കലക്കിയവരെ നിങ്ങൾ സംരക്ഷിച്ചതോടുകൂടി നിങ്ങൾ ഒരു BJP ആയിട്ട് മാറി. മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും വല്ലാതെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്ന, അവരെ ഹനിക്കണമെന്ന് പറയുന്നവരെ പ്രോത്സാഹിക്കുന്ന നിലപാട് എന്ന് നിങ്ങൾ എടുത്തോ, അന്ന് നിങ്ങളുടെ രാഷ്ട്രീയ അന്ത്യം. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി ശബരിമല കൊള്ള, വാസുവിനെയും പത്മകുമാറിനെയും പോലും പുറത്താക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്, ഇന്നിപ്പോ പുറത്തു വന്നത് എന്താണെന്നറിയോ? അവിടെ ഇനി തങ്ക വിഗ്രഹം മാത്രമേ ഉള്ളൂ. നാഗത്തകിടും ശിവന്റെ രൂപങ്ങളും പിന്നെ രാശി ചിഹ്നങ്ങളും സ്വർണ്ണ പൊട്ടും വിളക്കും എന്ന് വേണ്ട, കൊള്ളയടിച്ച് ആ ശബരിമല ഇനി മറ്റു 2 അധ്യാപകരുടെ സമയമാണ് ഉണ്ടാവുള്ളൂ. ഇത്ര സമയം തന്നെ ഉണ്ടാവുള്ളൂ. ഇടവേളയ്ക്ക് അത് ഞാൻ അയ്യപ്പദാസിനും ഈ പറയപ്പെടുന്ന മുസ്തഫയ്ക്കും കൊടുക്കുന്ന മറുപടിയാണ്. നിങ്ങൾ ഉപോത്ബലകമായി ചൂണ്ടിക്കാണിച്ചത് 2010-ലേക്കാൾ ഞങ്ങൾ മുമ്പോട്ട് പോയി. 2010-ന്റെ അത്ര 2025 ഉണ്ടായില്ല എന്നതിലാണ് തർക്കം. സർ, അന്ന് ഞങ്ങളുടെ ഘടകകക്ഷികൾ ആരൊക്കെയാ? കേരള കോൺഗ്രസ് മാണി, ജേക്കബ്, JSS, CMB, ജനതാദൾ വീരേന്ദ്രകുമാർ, ഇങ്ങനെയുള്ള ഇത്യാദികളെല്ലാം കൂടി ചേർന്നതാണ് 2010. ഇന്ന് ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? മറ്റു ഘടകകക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് മാണി പോകുന്നു, ജനതാദൾ പോകുന്നു, JSS പോകുന്നു, CMB പോകുന്നു, ഈ പറഞ്ഞ കേരള കോൺഗ്രസ് B ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി 2010 അവരെല്ലാം കൂടിയുള്ള ഇലക്ഷനാണ്. ഒരു മിനിറ്റ്, ഇവരെല്ലാവരും പോയിട്ടും ഇവരെല്ലാം പോയി അപ്പുറത്ത് അടിച്ചിട്ടും പിടിച്ചെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പിടിച്ചെടുത്തു. ഞങ്ങള് അറിയോ? കൂടെ CMP ഒക്കെ പോയി എന്ന് പറയല്ല. അതുകൊണ്ട് ജോണിനെ ഞങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നത് കണ്ടോ? ഓരോ രീതിയിലാണ് രീതി മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ മനക്കോട്ട കെട്ടിയിരുന്നാൽ നിങ്ങൾ ഇങ്ങനെ ആഭ്യന്തരമന്ത്രിയെ തീരുമാനിച്ചു, നിങ്ങൾ പിന്നെ വിവിധ കോർപ്പറേഷൻ ആളുകളെ തീരുമാനിച്ചു, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അതുപോലെ തന്നെയായിരിക്കും 2026 സംഭവിക്കാൻ പോകുന്നത്. വയനാട്ടിൽ ഇരുന്നിട്ട് വിജയന്റെയും നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയ ഈ മനക്കോട്ട പൊളിഞ്ഞ് പാളീസാകും എന്നുള്ളതാണ് 2026 സാഹചര്യം. കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തോടെ ബത്തേരിയിൽ മുമ്പ് ഒരു ക്യാമ്പ് കഴിഞ്ഞ് വന്നതിന്റെ ഫലമാണ് ഈ തദ്ദേശ ഇലക്ഷനിൽ അവർ ആത്മവിശ്വാസം കൊള്ളും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയായിരുന്നു. ഞങ്ങള് അതിന്റെ മുന്നൊരുക്കങ്ങളുമായിട്ട് 6 മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. കേരളത്തിലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിനോട് എനിക്കൊന്ന് മനോരമയാണെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എത്ര കോർപ്പറേഷൻ കിട്ടും? അദ്ദേഹം എണ്ണി പറഞ്ഞു. കൊല്ലവും അതുപോലെ തന്നെ കൊച്ചിയും കണ്ണൂരും ഉൾപ്പെടെ 4. ജില്ലാ പഞ്ചായത്തുകളുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു. പകുതിയിൽ ഏറെ അദ്ദേഹത്തിന്റെ ഉത്തരം. മുനിസിപ്പാലിറ്റികളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും സ്ഥിതി എന്ത്?
2 കൈവശപ്പെടുത്തും. ഉത്തരം. ഗ്രാമപഞ്ചായത്തുകളോ 2010 ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ പിടിച്ചെടുത്ത് 2010 2010 കിട്ടാത്തത് പോലും ഞങ്ങൾ ഇപ്രാവശ്യം പിടിച്ചെടുക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 500+. എന്തായിരുന്നു റിസൾട്ട് എന്ന് അയ്യപ്പദാസിനും ഇടതുപക്ഷത്തിനും അറിയാമല്ലോ. ഞങ്ങൾ പറഞ്ഞിടത്തു നിന്നും വല്ലാതെ മുന്നോട്ട് പോയി. ഞങ്ങൾ സകലത പിടിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ 5 സീറ്റുകൾ എല്ലാം കൂടി ഒരു 78 വോട്ടിന്റെ കുറവുണ്ടായിരുന്നില്ല എങ്കിൽ കോഴിക്കോട് പറഞ്ഞില്ലേ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ പിടിക്കുമെന്ന് അവർ വിചാരിച്ചോ? CPM വിചാരിച്ചോ? ശ്രീ മോഹനൻ മാസ്റ്റർ വിചാരിച്ചോ? ഞങ്ങൾ പിടിച്ചെടുത്തു. കൊല്ലം കോർപ്പറേഷൻ കണ്ണൂരും കോഴിക്കോടും ഒന്നും അല്ലല്ലോ CPM-ന്റെയും LDF-ന്റെയും ശക്തി കേന്ദ്രം. അത് കൊല്ലമല്ലേ? CPM-നും CPI-ക്കും അവരുടെ മുന്നണിക്കും യഥാർത്ഥത്തിൽ വല്ലാത്ത ശക്തി ഉണ്ടായിരുന്ന സംഘടനാ ബലവും തൊഴിലാളി രംഗവും ഉണ്ടായിരുന്ന കൊല്ലം. അവിടെ ഞങ്ങൾ കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ പുച്ഛത്തോടു കൂടി ചിരിച്ചു. ഞങ്ങൾ അപ്പോഴൊന്ന് മന്ദഹസിച്ചതേയുള്ളൂ. കൊല്ലം കോർപ്പറേഷൻ 3-2 ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ പിടിച്ചെടുത്തു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെറുതെ പറയല്ല, കാണിച്ചു കൊടുത്തതാണ്. എന്തായിരുന്നു ഇവരുടെ മുദ്രാവാക്യം? ഇലക്ഷന് തൊട്ട് മുമ്പ് ചില ക്ഷേമകാര്യ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് 10 കൊല്ലക്കാലത്തെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയ ആളുകൾ ചില കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചപ്പോൾ ജനങ്ങള് ആനുകൂല്യമൊക്കെ മേടിക്കും. അവർ പറഞ്ഞു മതി കേട്ടോ. ഞങ്ങൾ ഇന്ന് ആവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അയ്യപ്പദാസിനോട് പറയുന്നു, കടക്ക് പുറത്ത്. ജനം പറഞ്ഞതാണ്. പിണറായി വിജയൻ സഖാവിന്റെ മുഖത്ത് നോക്കിയിട്ട് മുഖ്യമന്ത്രിയോട് പറയുകയാണ് ജനം, കടക്ക് പുറത്ത്. ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ജനങ്ങൾക്ക് വേണ്ടി. ജനവികാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസും UDF-ഉം ആവശ്യപ്പെടുന്നു, കടക്ക് പുറത്ത്. രണ്ടാമത്തെ കാര്യം, അപ്പോ ഞങ്ങൾ ഇന്നലെ സംഘടനാ തലത്തിലുള്ള ശരീരത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങളുടെ ദൗർബല്യങ്ങൾ എവിടെയാണെന്ന് വരച്ചു കണ്ടു. ഞാൻ ആ ക്യാമ്പിൽ 2 ദിവസവും പങ്കെടുത്തയാളാണ്. ആ 2 ദിവസവും എവിടെയാണ് നമ്മുടെ ശക്തി കേന്ദ്രം, എവിടെയാണ് ദൗർബല്യമുള്ളത്, എങ്ങനെ മറികടക്കണം, അതിവിടെ ചർച്ചയ്ക്ക് അതിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യമാണ്. ഒരു കാര്യം ശ്രീ ഷഫീർ, ആമുഖമായിട്ടൊരു കാര്യം ഇപ്പൊ താങ്കൾ പറഞ്ഞു, ഈ വി ഡി സതീശൻ ഇപ്പോ 4 കോർപ്പറേഷൻ പിടിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് മനോരമനോടല്ല, അത് മീഡിയ വണ്ണോടാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ഈ CPM-നെ പോലെയല്ല. ഞങ്ങൾക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിന്റെ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ ഞങ്ങൾക്കറിയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 1991 തോന്നുന്നു ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാക്ഷരതാ പ്രസ്ഥാനങ്ങളിലൂടെ EK നയനാർ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തപ്പോ ആ 87 നയനാർ മന്ത്രിസഭയുടെ കാലത്ത് അമിതാത്മവിശ്വാസത്തോടെ അവർ മുന്നോട്ട് പോയി. ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ തോറ്റപ്പോ പോലും ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അന്ന് വേറൊരു ഫാക്ടർ ഉണ്ട്, അത് പറഞ്ഞു പോയി. ഏറ്റവും കൂടുതൽ അതെന്താ സംഭവിച്ചത് നമുക്കറിയാം. 91 മറ്റൊരു ഫാക്ടർ സംഭവിച്ചു ശ്രീ ഷഫീർ, നമുക്കറിയാം. LDF-ന്റെ ആത്മവിശ്വാസം മുഴുവൻ കളയുന്ന പോലെ രാജ്യത്തൊരു കാര്യം ഉണ്ടായി, അതിന്റെ റിഫ്ലക്ഷൻ കൂടിയാണ് ഉണ്ടായത്. നിങ്ങൾ അത് വിടും. 2010 എന്ത് സംഭവിച്ചു? 2010 തദ്ദേശത്തിലെ നിങ്ങളുടെ സുവർണ വർഷമാണ്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് 2010 എടുക്കും. 2010 ആണല്ലോ നിങ്ങളുടെ ഏറ്റവും സുവർണ വർഷം തദ്ദേശത്തിൽ. രാജീവ് ഗാന്ധിയുടെ മരണമായിരുന്നു, അല്ലെ? രാജീവ് ഗാന്ധിയുടെ ഘാതകരുടെയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിലാണ്, സഹതാപമാണ് എന്നാണ് അയ്യപ്പദാസ് ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അതെപ്പോഴാ? 1998-99, ശരിയല്ലേ? 99 2000 വരെയുള്ള കാലഘട്ടം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ്. സഖാവ് നയനാറിന്റെ അവസാനത്തെ ഗവൺമെന്റ്. എന്തായിരുന്നു റിസൾട്ട്? അയ്യപ്പദാസിന് അറിയാമോ? അത് ആരും മരിച്ച സഹതാപമൊന്നുമല്ലല്ലോ. 2000 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നു. ഇന്നുവരെ കേരളത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നില്ല. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ പോലും ഞങ്ങൾ പഞ്ചായത്തുകളിൽ തോറ്റുപോയിരുന്നു. പക്ഷേ 2000 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ വലിയ മുന്നേറ്റമാണ് 2001 100 സീറ്റ്. അല്ലല്ല, താങ്കളത് തിരുത്തണം, ഒന്ന് കറക്റ്റ് ചെയ്യണം. അങ്ങനെയല്ല, നിങ്ങളുടെ ഏറ്റവും മികച്ച ഇതെന്ന് പറയുന്നത് 2010 ആണ്, 2000 അല്ല. 2010 ആണ് നിങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ചത്. 2010 അയ്യപ്പദാസിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ പോയിന്റ്, നമ്മൾ ഈ സമകാലിക രാഷ്ട്രീയത്തോട് തിരുത്തുകയാണ്. അയ്യപ്പദാസിനോട് ഞാൻ ആവർത്തിക്കുന്നു,
ഞങ്ങൾ ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന്റെ എഡ്ജിനെ മറികടന്ന ആദ്യഘട്ടം 2000 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ശരി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ടുകളിൽ ജയിച്ചു വന്ന തെരഞ്ഞെടുപ്പ്, ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ പിടിച്ച തെരഞ്ഞെടുപ്പ് 2010 Okay. മാറ്റമില്ല. പക്ഷെ ഞങ്ങൾ തുടങ്ങിയത് അവിടെ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇനി നിങ്ങൾ പറയുന്ന പോലെ 2011 ശരിയാണ്, 10 ഉണ്ടായ മുന്നേറ്റം 11 ഉണ്ടായില്ലല്ലോ. അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് 2011 ഉണ്ടാവാതെ പോയത്? ഉണ്ടാവാതെ പോകാനുള്ള കാരണം അതിനകത്തുണ്ടായ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു പ്രധാന ഘടകകക്ഷി നേതാവ് അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ ശിക്ഷിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അഴിമതി കേസിൽ ശിക്ഷിച്ച് ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ പോയി ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. അവരിപ്പോ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഒരു ഡ്രോബാക്ക് ഉണ്ടായി. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സ്മാർട്ട് സിറ്റി ഒപ്പിടുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ ഇടിവുണ്ടായി. മൂന്നാമത്തെ ഘട്ടത്തിൽ VS-ന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു കൊടുങ്കാറ്റ് പോലുള്ള ഒരു ജനകീയ മുന്നേറ്റം. അവിടെ ശ്രദ്ധിച്ചു കേട്ടോളൂ, വലിയൊരു മുന്നേറ്റം. ആ മുന്നേറ്റം ശ്രദ്ധിച്ചു കേട്ടോളൂ, VS-നോട് ഉണ്ടായിരുന്ന ഒരു പരിപ്രേക്ഷത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായി. ആ മുന്നേറ്റം സ്മാർട്ട് സിറ്റി വന്നു. ശരി. അഴിമതി കേസിൽ പ്രതിയായി ഞങ്ങളുടെ ഒരു ഘടകകക്ഷി നേതാവിനെതിരായി ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവർ കരികൂടി കാണിച്ചത് ഉൾപ്പെടെ ഞങ്ങൾക്ക് ചില നെഗറ്റീവ് ഫാക്ടറുകൾ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. ആ നെഗറ്റീവ് ഫാക്ടറുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ 2011 ഇലക്ഷനിൽ ഞങ്ങൾ അല്പം പരാജയപ്പെട്ടു. പക്ഷേ എന്നും സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്യത്തില്ല, എന്നും UDF-ന്റെ നേതാക്കന്മാർ അഴിമതി കേസിൽ ജയിലിൽ പോവില്ല. അപ്പോ 2011 ഇല്ലാത്തത് കോൺഗ്രസ് എന്താണ് കൂടുതലുള്ളത്? ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2010 CPM-ൽ ഏത് അഴിമതിക്കെതിരായിട്ടും പോരാട്ടം നടത്തുന്ന സഖാവ് VS ഉണ്ടായിരുന്നു. ഇന്നപ്പുറത്ത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെളിയിൽ നിൽക്കുകയാണ്, കുളിച്ചു നിൽക്കുകയാണ് അഴിമതിയിൽ. 2010 തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ളയിൽ ഒരു സുപ്രീം കോടതി ഒരു ഉത്തരവിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പോലും കൊള്ളയടിച്ചവന്മാരല്ലേ. ശബരിമലയിലെ ദൈവത്തെ കൊള്ളയടിച്ചതിന് പുറമെ ദൈവത്തെ കൊള്ളയടിച്ചവരെ ഇതുവരെയും ഈ മിനിറ്റ് വരെയും പുറത്താക്കാതെ സംരക്ഷിച്ചവരില്ലേ എന്ന ചോദ്യം സുപ്രീം കോടതി ചോദിക്കുമ്പോൾ ആ ചോദ്യം 2011 ഉണ്ടായിരുന്നില്ല. ഒരു മുൻ മന്ത്രി ഇന്നലെ ജട്ടി മോഷണ കേസിൽ അകത്തായി. ആർക്കാ ക്ഷീണം? ഞങ്ങൾക്കാണോ? അല്ല. ഞങ്ങളുടെ സാമൂഹിക സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുകൾ 2011 സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുകൾ നമുക്ക് അനുകൂലമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കോ, കഴിഞ്ഞ 10 കൊല്ലമായി ഞങ്ങളിൽ നിന്ന് അകന്നുപോയ സകലമാന സോഷ്യൽ ഗ്രൂപ്പുകളും ഞങ്ങളിലേക്ക് വല്ലാതെ അടുത്തു. ഷഫീർ, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഇതാണ്